സംസ്ഥാന പട്ടയ വിതരണമേള വ്യാഴാഴ്ച തൃശൂരിൽ നടക്കും. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ വിതരണം ചെയ്യുന്നത് 3922 പട്ടയങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപി കണ്ണൻ ജേതാവായി. ഇനിയുള്ള 10 നാൾ ഗുരുഭവനപുരി ഉത്സവലഹരി. വെടിക്കെട്ടിന് അനുമതി നൽകിയില്ലെങ്കിൽ ഉത്രാളിക്കാവ് പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി. പറപ്പുറപ്പാട് ദിവസത്തെ പരമ്പരാഗത വെടിക്കെട്ടിന് തടസ്സം സൃഷ്ടിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി കോർഡിനേഷൻ കമ്മിറ്റി. യുകെയിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ തൃശൂർ പാട്ടരാക്കൽ ബിസ്കിൽ ഡീൻ സ്ഥാപനത്തിനെതിരെ കൂടുതൽ പരാതികൾ. 45ഓളം പേർ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തൃശൂർ നഗരത്തിൽ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. പുഴയ്ക്കലിൽ ലോറിയിടിച്ച് കാൽനട യാത്രക്കാരനും പൂത്തോളിൽ സ്കൂട്ടറിൽ നിന്ന് വീണ വീട്ടമ്മ കണ്ടെയ്നർ ലോറി കയറിയും മരിച്ചു. ചേർപ്പഞ്ചാങ്കലിൽ 23 ഗ്രാം MDMA-യുമായി യുവാവും യുവതിയും പിടിയിൽ. മൂന്നുപിടിയ സ്വദേശി ഷിവാസ്, നെന്മാറ സ്വദേശിനി പ്രജിത എന്നിവരാണ് പോലീസ് പിടിയിലായത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാന പട്ടയമേള വ്യാഴാഴ്ച തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കും. വിദ്യാർത്ഥി കോർണറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതത് ജില്ലകളിലെ പട്ടയങ്ങൾ മന്ത്രിമാർ വിതരണം ചെയ്യും. 3ാം പട്ടയമേളയ്ക്ക് ശേഷം തയ്യാറാക്കിയ 30,510 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ഈ സർക്കാരിന്റെ ആദ്യ 2 വർഷത്തിനിടയിൽ നടത്തിയ 3 പട്ടയമേളകളിലൂടെ വിതരണം ചെയ്ത 1,21,604 പട്ടയങ്ങൾക്കൊപ്പം ഇപ്പോൾ വിതരണം ചെയ്യുന്ന പട്ടയങ്ങൾ കൂടി ചേർക്കുമ്പോൾ 1,52,114 പേരുടെ പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. മലയോര തീരദേശ കോളനി പട്ടയങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് പട്ടയമിഷന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. 5 തട്ടുകളായാണ് പട്ടയമിഷൻ പ്രവർത്തിക്കുന്നത്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് 2.5 വർഷത്തിനുള്ളിൽ 1.5 ലക്ഷം പട്ടയം എന്ന ചരിത്ര നേട്ടം കൈവരിക്കാനായതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപി കണ്ണൻ ജേതാവായി. 9ാം തവണയാണ് ഗോപി കണ്ണൻ ജേതാവാകുന്നത്. ദേവദാസ്, രവികൃഷ്ണൻ, ഗോപി കണ്ണൻ എന്നീ ആനകളെ കഴിഞ്ഞ ദിവസം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തിരുന്നു. ചെന്താമരാക്ഷനും ദേവിയും കരുതലാനകളും. ആനയോട്ടത്തിന്റെ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉച്ചവരെ ആനകളെ ക്ഷേത്ര പരിസരത്തേക്ക് എത്തിച്ചിരുന്നില്ല. രാവിലെ ക്ഷേത്രത്തിൽ ആനയില്ല ശിവേലിയാണ് നടന്നത്. നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ചിരുന്ന ആനകളെ ഉച്ചയോടെ കുളിപ്പിച്ച് ചന്ദനക്കുറി അണിയിച്ച് മഞ്ജുലാലിന് സമീപം അണിനിരത്തി. ക്ഷേത്ര നാഴികമണി 3 അടിച്ചതോടെ പാരമ്പര്യാവകാശികൾ കുടമണികൾ പാപ്പാന്മാർക്ക് കൈമാറി. പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്നും മഞ്ജുലാൽ വരെ ഓടിയെത്തി കുടമണികൾ ആനകളെ അണിയിച്ചു. മാരാർ ശംഖുമുഴക്കിയതോടെ ആനകൾ ഓട്ടം ആരംഭിച്ചു. ഗോപുരവാതിൽ കടന്ന് ക്ഷേത്രത്തിനകത്തേക്ക് ആദ്യം പ്രവേശിച്ച ഗോപി കണ്ണൻ ആചാരപ്രകാരം 7 പ്രദക്ഷിണം പൂർത്തിയാക്കിയതോടെ വിജയിയായി പ്രഖ്യാപിച്ചു. പാരമ്പര്യാവകാശികൾ ക്ഷേത്രത്തിനകത്ത് നിറപറയും നിലവിളക്കും ഒരുക്കി വിജയിയെ സ്വീകരിച്ചു. മറ്റു കൊമ്പന്മാർ മഞ്ജുലാലിന് സമീപത്തു നിന്നും നടന്നെത്തി ഗുരുവായൂരപ്പനെ വണങ്ങി മടങ്ങി. വിജയിയായ കൊമ്പൻ ഇനി ഉത്സവം കൊടിയിറങ്ങുന്നതുവരെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങില്ല. ഉത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളതെന്ന് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ TCVയോട് പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തു നിന്നുള്ള കലാപരിപാടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സമഗ്രമായ രീതിയിലാണ് ഇത്തവണത്തെ കലാപരിപാടികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏതായാലും ഭക്തജനങ്ങൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വയറും മനസ്സും നിറയ്ക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഗുരുവായൂർ ദേവസ്വം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള 10 നാൾ ഗുരുവായൂർ ഉത്സവ ലഹരിയിലാണ്. ഉത്സവത്തോടനുബന്ധിച്ച് വിപുലമായ സജ്ജീകരണമാണ് ഇത്തവണ ഗുരുവായൂർ ദേവസ്വം ഒരുക്കിയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആചാരപ്പെരുമയോടെ ആനയില്ല ശിവേലി നടന്നു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ചാണ് ആനയില്ല ശിവേലി നടന്നത്. ദിവസവും ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പൻ വർഷത്തിൽ ഈ ഒരു ദിവസം മാത്രമാണ് ആനയില്ലാതെ ശിവേലി എഴുന്നള്ളുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൽ 39 ആനകളുണ്ടെങ്കിലും ഗജപ്രിയനായ ഗുരുവായൂരപ്പൻ ബുധനാഴ്ച രാവിലെ ആനയില്ലാതെയാണ് ശിവേലി പൂർത്തിയാക്കിയത്. ശാന്തിയേറ്റ കീഴ്ശാന്തി
തിരുവാലൂർ ഹരിനാരായണ നമ്പൂതിരി ഗുരുവായൂരപ്പന്റെ സ്വർണ്ണത്തിടമ്പ് കൈകളിലേന്തി മാറോട് ചേർത്ത് പിടിച്ച് 3 പ്രദക്ഷിണം പൂർത്തിയാക്കി ഭക്തർ നാരായണ നാമം ജപിച്ച് അനുഗമിച്ചു. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവ കൊടിയേറ്റും ദിവസം ആനയില്ലാതെ ശിവേലി നടത്തേണ്ടി വന്നുവെന്നാണ് പറയുന്നത്. ഇതിനെ അനുസ്മരിച്ചാണ് കൊടിയേറ്റ ദിവസം രാവിലെ ആനയില്ലാ ശിവേലിയും ഉച്ചയ്ക്ക് ആനയോട്ടവും നടത്തുന്നത്. ഉത്രാളിക്കാവ് പൂരം പറപ്പുറപ്പാട് ദിവസത്തെ പരമ്പരാഗത വെടിക്കെട്ടിന് തടസ്സം സൃഷ്ടിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി. സാമ്പിൾ വെടിക്കെട്ട്, പൂരം ദിവസത്തെ വെടിക്കെട്ട് എന്നിവയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകാതിരുന്നതിനാൽ പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിയിൽ 3 ദേശങ്ങളുടെ ഭാരവാഹികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ യോഗത്തിൽ ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ അധ്യക്ഷത വഹിച്ചു. എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ, സെക്രട്ടറി ജയേഷ് കുമാർ, ട്രഷറർ സേതുമാധവൻ, കോർഡിനേറ്റർ പ്രദീപ് എന്നിവർ സംസാരിച്ചു. യുകെയിൽ പഠനം, തൊഴിൽ എന്നിവ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ തൃശൂർ പാട്ടരായ്ക്കൽ ബിസ്കിൽ ഡീൻ സ്ഥാപനത്തിനെതിരെ കൂടുതൽ പരാതികൾ. 45ഓളം പേർ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. വിവിധ ജില്ലകളിൽ നിന്നുള്ള 150ഓളം പേരാണ് ബിസ്കിൽ ഡീൻ സ്ഥാപനത്തിന്റെ പഠനം, തൊഴിൽ തട്ടിപ്പുകൾക്ക് ഇരയായത്. ഇതിൽ 45ഓളം പേർ പോലീസിൽ പരാതി നൽകി. നേരത്തെ 5 പേർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ഒരാൾക്ക് മാത്രമാണ് പണം തിരികെ ലഭിച്ചത്. 7.5 ലക്ഷം മുതൽ 20 ലക്ഷത്തോളം വരെ തട്ടിപ്പിനിരയായവർ കൂട്ടത്തിലുണ്ട്. നമ്മളധികം സാമ്പത്തികമുള്ളവരല്ല, അപ്പം നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഒരു ജോലി റെഡിയാക്കി തരാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് പോയത്. അപ്പോൾ അവർ പറഞ്ഞത് നമുക്കൊരു ചെറിയ കോഴ്സുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് കെയർ ഗിവർ വിസയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം, 8 ലക്ഷം രൂപയേ ഉള്ളൂ, നമ്മൾ തന്നെ അത് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് പറയുന്നത്. അവിടുന്ന് 6 മാസത്തേക്കുള്ള പാർട്ട് ടൈം ജോബ്, അക്കോമഡേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാ കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ 8 ലക്ഷം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വിശ്വസിച്ചു. ഇവർ എത്രയും വേഗം പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എത്രയും വേഗം നമ്മൾ ഈ 8 ലക്ഷം അടയ്ക്കുന്നു. ആദ്യം നമ്മളോട് പറഞ്ഞിരുന്ന കോളേജ് ട്രിനിറ്റി കോളേജാണ് ക്രോയിഡണിലുള്ള, അവിടെയല്ല നമുക്ക് അഡ്മിഷൻ എടുത്തത്. പിന്നെ ഈ ഇത് ഓഫർ ലെറ്റർ വന്നപ്പോൾ അതിൽ സ്പിന്നേക്ക സ്കൂൾ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വിസ അടിച്ച് വന്നപ്പോഴാണ് നമ്മുടെ പാസ്പോർട്ടിലെ SVV എന്ന് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ SVV, സ്റ്റുഡൻറ്റ് വിസ എന്നാണല്ലോ വരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു SVV അത് അങ്ങനെ തന്നെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു 6 months കോഴ്സ് ആയതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്, നിങ്ങൾ ഞങ്ങളുടെ തന്നെ കെയർ ഹോമുകളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോകാനായി, ഇപ്പോൾ ഡിസംബർ ലാസ്റ്റ് ആയപ്പോൾ ഇവർ പറഞ്ഞു ഫ്ലൈറ്റ് ടിക്കറ്റ് തരികയില്ല, നിങ്ങൾ സ്വന്തം എടുക്കണം, അക്കോമഡേഷനും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. വിസ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ ലാസ്റ്റ് നമ്മൾ അക്കോമഡേഷൻ ഹസ്ബൻഡാണ് ഇവിടുന്ന് വിളിച്ച് റെഡിയാക്കിയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് കോവൻട്രി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് അക്കോമഡേഷൻ കിട്ടിയത്. ഇത് പോർട്സ്മൗത്ത് ആണ് ഈ കോളേജ് ഉള്ളത്. അവിടേക്ക് ഏകദേശം ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ഏകദേശം 250 പൗണ്ട്, അതായത് 25,000-30,000 രൂപയാകും അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ ഒരു ചെറിയൊരു കട പോലത്തെ ഒരു സ്ഥാപനമാണ്. അവിടെ അത് അടച്ചിട്ടേക്കുക. ലാസ്റ്റ് അക്കോമഡേഷൻ 3 ആഴ്ച എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയി. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ എല്ലാം കൂട്ടി വന്നു. ഫ്രണ്ട്സിനെ മുന്നേ വന്നപ്പോൾ അവർ പറഞ്ഞു അവർ ഇതാക്കി തരാം, റെഡിയാക്കി തരാം, ഒരു 2 ആഴ്ചക്കുള്ളിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇവർക്കെതിരെ ഫേസ്ബുക്കിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എനിക്കിങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് കുറച്ച് പേരും കൂടെ ഇങ്ങനെ എൻ്റെ സെയിം കേസിൽ കുറച്ചിട്ട് ഇവനെ കമൻറ്റ് ഷാൻഡോ അവരൊക്കെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 3-4 പേര് കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇവരുടെ കോൺടാക്ട്സിന് കുറച്ച് പറ്റിക്കപ്പെട്ടവരുണ്ടായിരുന്നു. UK സ്റ്റുഡൻസ് വിസയും കെയർ ഹോംസ് വിസയും വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തുകയാണ് ബിസ്കിൽ ഡീൻ സ്ഥാപനത്തിന്റെ രീതി. UK കോളേജുകൾക്ക് ഫീസ് അടച്ചെന്ന വ്യാജരേഖ സൃഷ്ടിച്ച് ഇത് വിദ്യാർത്ഥികൾക്ക് നൽകും. UK എത്തുമ്പോഴാണ് വിദ്യാർത്ഥികൾ ഇത് വ്യാജരേഖയാണെന്നും കോളേജിൽ പണം അടച്ചിട്ടില്ലെന്നും തിരിച്ചറിയുന്നത്. തൊഴിൽ തേടി പോകുന്നവർക്ക് 1-2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പഠനവും ജോലിയും ഇല്ലാത്ത സ്ഥിതിയാണെന്നും ഇവർ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ പുഴയ്ക്കലിൽ ലോറിയിടിച്ച് കാൽനട യാത്രക്കാരനായ വയോധികൻ മരിച്ചു. കാനാട്ടുകര സ്വദേശി വൃന്ദാവനത്തിൽ 66 വയസ്സുള്ള രാമകൃഷ്ണനാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ ഇയാളെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൂത്തോൾ എക്സൈസ് അക്കാദമിക്ക് സമീപം അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. കാര്യാട്ടുകര സ്വദേശി പെപ്പാറ വീട്ടിൽ ഡെന്നി ഭാര്യ ബിനിമോളാണ് മരിച്ചത്. 43 വയസ്സായിരുന്നു. പൂത്തോൾ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരിയാണ്. സ്കൂട്ടറിൽ നിന്ന് വീണ ബിനിമോളുടെ ദേഹത്തുകൂടി മിനി ലോറി കയറിയിറങ്ങുകയായിരുന്നു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ വെസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
ചേർ പഞ്ചാമകലിൽ 23 ഗ്രാം MDMA-യുമായി യുവാവും യുവതിയും പിടിയിൽ. പെരിഞ്ഞനം 3 വെടിക, നെല്ലിക്കത്തറ വീട്ടിൽ ഷിവാസ്, നെന്മാറ കോതക്കുളം സ്വദേശിനി പുനച്ചാന്ത് വീട്ടിൽ ബ്രിജിത എന്നിവരെയാണ് ചേർപ്പ് സബ് ഇൻസ്പെക്ടർ ശ്രീലാലന്റെ നേതൃത്വത്തിൽ ജില്ലാ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ചെവൂരിൽ നിന്നും പ്രതികളെ വാഹനസഹിതം അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ, തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് SI-മാരായ BG സ്റ്റീഫൻ, CR പ്രദീപ്, PP ജയകൃഷ്ണൻ, TR ഷൈൻ, സതീശൻ മടപ്പാട്ടിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പിടികൂടിയ സിന്തറ്റിക് മയക്കുമരുന്നിന് 1 ലക്ഷം രൂപയോളം വില വരും. ബാംഗ്ലൂരിൽ നിന്ന് തീരദേശ മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനായി പ്രതികൾ മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. മയക്കുമരുന്ന് വാങ്ങിയ ആളുകളെയും വിൽപ്പന നടത്തുന്ന ആളുകളെയും പറ്റി വിശദമായ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. UDF-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം BJP-യുമായി ചേർന്ന് കേരളത്തിലെ LDF സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നതായി CPI മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. CPI നേതാവായിരുന്ന VK മോഹനൻ 10ാം ചരമവാർഷികാനുസ്മരണം അന്തിക്കാട് ചടയൻമുറി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. കേരളത്തിൽ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി സ്ഥാപിക്കുമെന്ന് പറഞ്ഞതല്ലാതെ സ്ഥാപിക്കാൻ പോലും കഴിഞ്ഞില്ല. അതുതന്നെയാണ് BJP ഇപ്പോൾ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. CPI സംസ്ഥാന കൌൺസിൽ അംഗം BS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ദേശീയ കൌൺസിൽ അംഗം KP രാജേന്ദ്രൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ KP സന്ദീപ്, ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ, നാട്ടിക മണ്ഡലം സെക്രട്ടറി CR മുരളീധരൻ, CC മുകുന്ദൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടാനയുടെ ആക്രമണത്തിൽ പ്ലാന്റേഷൻ തൊഴിലാളിക്ക് പരിക്ക്. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളിയിൽ 16ാം ഡിവിഷനിൽ പാറേക്കടൻ ഷൈജുവിനാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ ഷൈജുവിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനെത്തിയതായിരുന്നു ഷൈജു അടക്കം 4 തൊഴിലാളികൾ. പരിസരത്തു നിന്നും ആനക്കൂട്ടത്തെ ഇവർ ബഹളം വെച്ച് ഓടിച്ചു. എന്നാൽ ഓടിപ്പോയ ഒരു ആന പിന്നീട് തിരിച്ചെത്തുകയും തൊഴിലാളിയുടെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു. ഓടുന്നതിനിടെ താഴെ വീണ ഷൈജുവിനെ ആന തുമ്പിക്കൈകൊണ്ട് അടിച്ചു. ഇതിനിടെ മറ്റു തൊഴിലാളികൾ വലിയ തോതിൽ ശബ്ദമുണ്ടാക്കുകയും ആനയെ വീണ്ടും ഓടിക്കുകയുമായിരുന്നു. പിന്നീട് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വാഹനത്തിൽ ഷൈജുവിനെ ആശുപത്രിയിൽ എത്തിച്ചു. ഞങ്ങൾ കുറച്ച് ദൂരം ഒച്ചയെടുത്ത് ഞങ്ങൾ ഓടിച്ചു. അപ്പോൾ ആന അങ്ങനെ പോയിക്കൊണ്ടിരുന്നു, പതുക്കെ പതുക്കെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് കുറച്ച് കഴിഞ്ഞ് മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മരോട്ടിച്ചാൽ സ്വദേശികളായ കള്ളിപ്പറമ്പിൽ വീട്ടിൽ ഔസേബ്, ലോനപ്പൻ, ബിൽസൺ, പൊറിഞ്ചു എന്നിവരുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. കള്ളിപ്പറമ്പിൽ ലോനപ്പന്റെ 1300ഓളം നേന്ത്രവാഴകൾ, കള്ളിപ്പറമ്പിൽ ഔസേപ്പിന്റെ കൃഷിയിടത്തിലെ 800ഓളം കട, കപ്പ എന്നിവയും കാട്ടാനകൾ നശിപ്പിച്ചു. സമീപത്തെ റോബസ്റ്റ് വാഴകളും തെങ്ങുകളും ജാതിമരങ്ങളും ആന വ്യാപകമായി നശിപ്പിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഏനമാവ് റെഗുലേറ്ററിന് മുൻവശത്തുള്ള ഫേസ് കനാലിൽ ജലസേചന വകുപ്പ് സ്ഥാപിച്ചിരുന്ന വാട്ടർ ലെവൽ സ്കെയിൽ സാമൂഹ്യവിരുദ്ധർ ഊരിയെടുത്ത് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ജില്ലയിലെ 10,000 ഏക്കറോളം വരുന്ന കോൾപ്പാടങ്ങളിലേക്ക് ജലനിയന്ത്രണം നടത്തിയിരുന്നതും റെഗുലേറ്റർ ഷട്ടറുകൾ ആവശ്യാനുസരണം ക്രമീകരിച്ചിരുന്നതും ഫേസ് കനാലിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ ലെവൽ സ്കെയിലിലെ ജലനിരപ്പ് നോക്കിയാണ്. വാട്ടർ ലെവൽ സ്കെയിൽ ഊരി നശിപ്പിച്ചതോടെ ഫേസ് കനാലിലെ ജലനിരപ്പ് അറിയാനാവാത്ത അവസ്ഥയാണ്. പടവ് കമ്മിറ്റി ഭാരവാഹികൾ ഇറിഗേഷൻ വകുപ്പിന് വിവരമറിയിച്ചതിനെ തുടർന്ന് കനാൽ കരയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ട വാട്ടർ ലെവൽ സ്കെയിൽ ബണ്ടിനോട് ചേർന്ന് താൽക്കാലികമായി ചാരിവെച്ചിട്ടുണ്ട്. നിലവിൽ ഫേസ് കനാലിൽ 50 സെന്റിമീറ്ററിൽ താഴെയായിരുന്നു ജലനിരപ്പ്. റെഗുലേറ്ററിനോട് ചേർന്നുള്ള ഫേസ് കനാലിൽ ഏറ്റവും കുറഞ്ഞത് 60 സെന്റിമീറ്ററും കൂടിയത് 1 മീറ്ററുമാണ് ജലനിരപ്പ് വേണ്ടത്. ജലനിരപ്പ് കുറഞ്ഞാൽ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കോൾ മേഖലയിലേക്ക് പ്രവേശിക്കാനും ഇടയാക്കും. ജലനിരപ്പ് 1 മീറ്ററിനേക്കാൾ കൂടിയാൽ കോൾ മേഖലയിലെ ബണ്ടുകൾ തകർന്നു പോകും. ചില പടവുകളിൽ വിളവെടുപ്പ് പൂർത്തിയായെങ്കിലും പല പടവുകളിലും നെൽച്ചെടികൾ ഉണങ്ങാതെ സംരക്ഷിക്കുവാൻ കൂടുതൽ വെള്ളം ആവശ്യമുള്ള സമയമാണ് ഇപ്പോൾ. കൃഷിക്കായി ചിമ്മിനി ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിട്ടെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും വെള്ളം ഇനിയും ഒഴുകിയെത്തിയിട്ടില്ല. കോൾ ചാലുകളിലും ഫേസ് കനാലിലും കുറഞ്ഞ അളവിൽ അടിവെള്ളം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഉപ്പിന്റെ അംശം കൂടുതലുള്ള ഈ വെള്ളം നെൽച്ചെടികൾക്ക് നൽകിയാൽ നെല്ലിന്റെ വിളവിനെ ദോഷകരമായി ബാധിക്കും. കൊയ്ത്തു കഴിഞ്ഞ സമീപ പടവുകളിൽ എല്ലാം ഇത്തവണ വിളവ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പകുതിയിൽ താഴെ മാത്രമായിരുന്നു. ഇതാണ് കർഷകരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത്.
വാട്ടർ ലെവൽ സ്കെയിൽ പുനഃസ്ഥാപിക്കുന്നതിനും ചിമ്മിനിയിൽ നിന്നും തുറന്നുവിട്ട വെള്ളം പെട്ടെന്ന് കോൾപ്പടവുകളിലേക്ക് എത്തുന്നതിന് കനാലുകളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനും കൃഷിവകുപ്പിന്റെയും ഇറിഗേഷൻ വകുപ്പിന്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV പാവറട്ടി. മദ്യപിച്ച് ബസ് ഓടിച്ച 6 സ്വകാര്യ ബസ് ഡ്രൈവർമാർ പോലീസ് പിടിയിലായി. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് വെസ്റ്റ് നെടുപുഴ ട്രാഫിക് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഡ്രൈവർമാർ പിടിയിലായത്. ഇവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാൻ നടപടിയെടുക്കുമെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. കണ്ടക്ടർ ലൈസൻസ് ഇല്ലാത്ത 23 പേരിൽ നിന്നും യൂണിഫോം ധരിക്കാത്ത 11 പേരിൽ നിന്നും പിഴ ഈടാക്കി. ശ്രീ കേരളവർമ്മ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. 1-2 വർഷ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് കോളേജ് അടച്ചത്. പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ കോളേജിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ളൂവെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം 7-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച. മണലൂർ MLA മുരളി പെരുന്നെല്ലിയുടെ വാർഡാണിത്. നിലവിലുണ്ടായിരുന്ന അംഗം UDFിലെ മോഹനൻ വാഴപ്പുള്ളിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഊരകം AUP സ്കൂളിൽ 2 ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടക്കുക. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ചാവക്കാട് സബ് രജിസ്ട്രാർ ഓഫീസർ BT ലൌസിയാണ് വരണാധികാരി. 5 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. UDF സ്ഥാനാർത്ഥിയായ ലിജോ പനക്കൽ, LDF സ്ഥാനാർത്ഥിയായ VM മനീഷ്, NDA സ്ഥാനാർത്ഥിയായ മിഥുൻ വൃന്ദാവനം, ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി സ്ഥാനാർത്ഥിയായ പാർവതി ഗാന്ധി, സ്വതന്ത്ര സ്ഥാനാർത്ഥി NR രാജൻ എന്നിവരാണ് മത്സരിക്കുന്നത്. 23-ാം തീയതി രാവിലെ 10 മണിക്ക് മുല്ലശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വോട്ടെണ്ണൽ നടക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിസ് കാടയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ഇദ്ദേഹത്തിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. തട്ടിപ്പിലെ മുഖ്യപ്രതിയായ വെളപ്പായ സതീശൻ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ബിനാമി ഇടപാടുകളിലൂടെ 14 കോടി തട്ടിയെന്നാണ് ED കണ്ടെത്തൽ. സതീശന് CPM നേതാക്കളുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് EDക്ക് ജോർ അടക്കമുള്ള ആളുകൾ മൊഴി നൽകിയിരുന്നു. സതീശനുമായി മുൻ മന്ത്രി AC മൊയ്തീൻ, വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ അരവിന്ദാക്ഷൻ എന്നിവർക്ക് പുറമെ അനൂപ് ഡേവിസ് കാടയ്ക്കും പങ്കുണ്ടെന്നാണ് EDക്ക് ലഭിച്ചിരിക്കുന്ന മൊഴി. ഈ സാഹചര്യത്തിൽ അനൂപിനെ നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നുവെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഉറ്റുനോക്കുന്ന തൃശൂർ മണ്ഡലം CPIയിലൂടെ ഇടതുപക്ഷം തിരിച്ചുപിടിക്കണമെന്ന വലിയ ലക്ഷ്യമാണ് മുന്നിലുള്ളതെന്ന് CPI ദേശീയ കൌൺസിൽ അംഗം KP രാജേന്ദ്രൻ പറഞ്ഞു. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച BK മോഹനൻ അനുസ്മരണവും മോഹനം കാർഷക അവാർഡ് ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷമായി കേന്ദ്രം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് സർക്കാരിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കണമെന്നാണ് രാജ്യത്തെ സാധാരണക്കാരും കർഷകരും തൊഴിലാളികളും ആഗ്രഹിക്കുന്നത്. ഇതിന് ഏറെ നിർണായകമായ സംഭാവന നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും പരമാവധി ഇടതുപക്ഷ അംഗങ്ങളെ പാർലമെന്റിൽ എത്തിക്കുകയാണ് പാർട്ടിയുടെയും മുന്നണിയുടെയും പരമപ്രധാനമായ ലക്ഷ്യം. അതിനായി വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് KK രാജേന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മുൻ MLA ഗീതാഗോപി, കർഷക സമിതി വനിതാ നേതാക്കളായ ബേബി ജോസ്, സുനന്ദ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയന്നൂരിൽ 8 ഏക്കറോളം പാടത്ത് നെൽകൃഷി ചെയ്യുന്ന ബാബു എന്ന KS സുകുമാരനെയാണ് മോഹനം അവാർഡ് നൽകി ആദരിച്ചത്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് സ്ഥാപിക്കാൻ കേരള സർക്കാർ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് ലഭിക്കുന്ന കേന്ദ്രവിഹിതം വ്യവസ്ഥാപിതമായി നേടിയെടുക്കാൻ കേരളത്തിന് ശേഷിയില്ല. കേന്ദ്രം അനുവദിച്ച 32 കോടി സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കാട്ടാന നാട്ടിലും വെള്ളാന കാട്ടിലുമെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. വനമന്ത്രി കാലഹരണപ്പെട്ടയാളാണെന്നും K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. A നാഗേഷ്, AN രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷങ്ങൾ. ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ച് ഉത്സവഗാനം പുറത്തിറങ്ങി. ഉത്സവത്തിന്റെ മുഴുവൻ ആവേശവും ഉൾക്കൊള്ളുന്ന ഗാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ നിർവഹിച്ചു. ഗുരുവായൂർ കണ്ണനുണ്ണിക്കുത്സവമായി തങ്കത്തള താളവുമായി ഉണ്ണിയവൻ നാടിതെന്നും നാൾ വരവായി. TCV ബ്യൂറോ ചീഫ് മുകേഷ് ലാലിന്റെ വരികൾക്ക് ഈണമിട്ടിട്ടുള്ളത് വിജീഷ് മണിയാണ്.
അനൂപ് ശങ്കറാണ് ഗാനമാലപിച്ചത്. 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിൽ ഉത്സവ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ദീപങ്ങൾ തെളിയുകയായി, രാത്രിയിലും നാളുണരും നാൾ വരവായി. ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി വിജയൻ ഗാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഗുരുവായൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ വർഷം നടക്കുന്ന ആദ്യത്തെ ഒരു വിളംബര പരിപാടിയാണ്. നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ, സെൻസർ ബോർഡ് അംഗം രാജൻ തറയിൽ, ബി പി ഉണ്ണികൃഷ്ണൻ, ആർ അനിൽലാൽ, ബാബു അണ്ടത്തോട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പട്ടുടുത്തു പൊട്ടു തൊട്ട് പീലി വച്ച് പുഞ്ചിരി പൂച്ചന്തവുമായി കണ്ണനെത്തും നാളിലെത്തി. ഉത്സവമായി കണ്ണൻ, ഉത്സവമായി ഉത്സവമായി ഗുരുവായൂർ, ഉത്സവമായി ഉത്സവമായി ഗുരുവായൂർ, ഉത്സവമായി ഉത്സവമായി ഗുരുവായൂർ, ഉത്സവമായി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റത്തിന് മുന്നോടിയായി ദീപാരാധനയ്ക്ക് ശേഷം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടിന് കൂറയും പവിത്രവും നൽകി ആചാര്യവിരണം നിർവഹിച്ചു. തുടർന്ന് രാത്രി 9:30 കുംഭത്തിലെ പൂയം നാളിൽ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടാണ് കൊടിയേറ്റം നിർവഹിച്ചത്. കൊടിയേറ്റത്തിന് ശേഷം അത്താഴപൂജ, ശ്രീഭൂതബലി, കൊടിപ്പുറത്ത് വിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ ദിക്കുകൂടികൾ സ്ഥാപിക്കൽ, കാഴ്ചശീവേലി, ശ്രീഭൂതബലി എന്നിവയുണ്ടാകും. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിനായി 4,11,74,873 രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകിയതായി ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു. ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് 7 സബ് കമ്മിറ്റികൾക്ക് രൂപ നൽകിയിട്ടുണ്ട്. പ്രസാദഊട്ടിനും ഉത്സവ പകർച്ചയ്ക്കും വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും. ദേശീയ സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയരായ കലാകാരന്മാരുടെ വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 8ാം വിളക്ക് ദിവസമായ ഫെബ്രുവരി 28 തീയതി ഉത്സവബലി നടക്കും. ഉത്സവബലി ദിവസം ദേശപകർച്ച നൽകും. 29-നാണ് പള്ളിവേട്ട. മാർച്ച് 1-ന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് ബി നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പ്രസാദഊട്ടിനുള്ള കലവറ ഒരുങ്ങി. ഉത്സവത്തിനെത്തുന്ന 10,000-കണക്കിന് ഭക്തർക്ക് പ്രസാദഊട്ട് തയ്യാറാക്കുവാനുള്ള അരിയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കലവറയിലെത്തി. ക്ഷേത്രത്തിന് പുറത്ത് പടിഞ്ഞാറ് ഭാഗത്താണ് കലവറ തയ്യാറായിട്ടുള്ളത്. പ്രസാദഊട്ടിനും പകർച്ചയ്ക്കും മുന്തിയ ഇനം പൊന്നി, മട്ട, കുറുവ ഇനം അരികളാണ് ഉപയോഗിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 9 മണി മുതലാണ് പ്രസാദഊട്ടും പകർച്ചയും ആരംഭിക്കുക. ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്ത് പ്രസാദഊട്ട് കഴിക്കുന്നതിന് 20,000 ചതുരശ്ര അടിയിൽ മനോഹരമായ പന്തലാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 1,200ഓളം പേർക്ക് ഇരുന്ന് കഴിക്കുവാനുള്ള സൗകര്യമുണ്ട്. ദിവസവും 4 ലക്ഷത്തോളം പേരെങ്കിലും പ്രസാദഊട്ടിനെത്തും. ഇതുകൂടാതെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് പകർച്ചയും നൽകും. 10 ദിവസങ്ങളിലായി 3 ലക്ഷത്തോളം പേർ പ്രസാദഊട്ടിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ഹരിതചട്ടം ഉറപ്പുവരുത്താൻ ഗ്രീൻ വോളണ്ടിയർമാർ രംഗത്ത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെയാണ് ഗ്രീൻ വോളണ്ടിയർമാരായി നഗരസഭ നിയോഗിച്ചിട്ടുള്ളത്. ഇവർക്ക് നഗരസഭ പ്രത്യേക പരിശീലനവും യൂണിഫോമും നൽകിയിട്ടുണ്ട്. ഉത്സവം ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിനെക്കുറിച്ച് ഗ്രീൻ വോളണ്ടിയർമാർ പൊതുജനങ്ങൾക്ക് സന്ദേശം നൽകും. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ഷഫീർ, ശൈലജ സുധൻ, എസ് മനോജ്, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു. തിരുത്തിക്കാട്ടുപറമ്പിൽ ദേവസ്വം ജീവനക്കാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ബഹുനില പാർപ്പിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം, തെക്കേനടയിലെ കംഫർട്ട് സ്റ്റേഷൻ ആൻഡ് ഡോർമെട്രി മന്ദിരം, ആനത്താവളത്തിൽ ഇന്റർലോക്ക് ടൈൽ വിരിച്ച റോഡ്, നവീകരിച്ച മഞ്ജുലാൽ പടിഞ്ഞാറേ നട റോഡ് എന്നിവയുടെ ഉദ്ഘാടനങ്ങളാണ് നടക്കുക. ഗുരുവായൂർ ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായി ഇന്നർ റിംഗ് റോഡ് വരെ 100 മീറ്റർ ചുറ്റളവിൽ 7 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായും ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദിവാസികളുമായി പോയ ആംബുലൻസ് സഞ്ചരിക്കുന്ന ബാറാക്കിയ തൃശൂർ മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് ജീവനക്കാർക്കെതിരെ കേസ്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് ഡ്രൈവർ സുരേഷ്, സഹായികളായ രാജേഷ്, സിജോ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ആദിവാസികളുടെ പരാതിയിലാണ് കേസ്. 3 ആംബുലൻസ് ജീവനക്കാരെയും വെറ്റിലപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തു. ആംബുലൻസ് ഡ്രൈവർമാർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ശുപാർശ നൽകിയിട്ടുണ്ട്.
അനധികൃത ജലസംഭരണം മൂലം നെൽകൃഷിക്ക് വെള്ളം ലഭിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളിൽ അനധികൃതമായി വെള്ളം ശേഖരിക്കുന്ന പാടശേഖര സമിതികൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി.ആർ. കൃഷ്ണതേജ അറിയിച്ചു. ജില്ലയിലെ കോൾ മേഖലയിലെ ജലസംഭരണ സാഹചര്യം വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ വി.ആർ. കൃഷ്ണതേജയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് നിർദ്ദേശം. അനധികൃത ജലസംഭരണം മൂലം വടക്കൻ മേഖലയിലെ നെൽകൃഷിക്ക് വെള്ളം ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. മണലൂർ താഴം, മണൽപ്പുഴ, കണ്ണോത്ത് പാടശേഖരങ്ങളിൽ അനധികൃതമായി വെള്ളം ശേഖരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് യോഗം വിളിച്ചു ചേർത്തത്. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ അനധികൃതമായി വെള്ളം സംഭരിക്കുന്നില്ലെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക ടീം രൂപീകരിച്ച് സന്ദർശനം നടത്തി ഉറപ്പാക്കണം. ഇത്തരം പാടശേഖര സമിതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്ത കൃഷി ഓഫീസർമാർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച 35ാമത് റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ സമാപനം നടന്നു. തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ജി സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന പ്രസിഡന്റ് ജയശങ്കർ വിളക്കപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ.എസ്. പ്രദീപ് കുമാർ, എം.വി. സുരേഷ്, എം.എൻ. പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. സയന്റിഫിക് ഡ്രൈവിംഗിനെ സംബന്ധിച്ച് തൃശൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി.എം. രവികുമാർ ക്ലാസ് നയിച്ചു. ആം ആദ്മി പാർട്ടി തൃശൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തിരിമറി നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ടും സുപ്രീംകോടതി വിധിയിൽ ജനാധിപത്യം വിജയിച്ചതിനെ തുടർന്നാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത്. ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ്, നവീൻ ജി നദാമണി, റാണി ആന്റോ, റെനി സ്റ്റീഫൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തരത്തിൽ ആർജവമില്ലാത്ത നേതാക്കന്മാർ സമ്പന്നമായ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ തൃശൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വഴിയോര കച്ചവട ജീവനോപാധി സംരക്ഷണ നിയമം പൂർണ്ണരൂപത്തിൽ നടപ്പിൽ വരുത്തുക, 2022 സർക്കാർ ഉത്തരവ് അനുസരിച്ച് റീസർവേ നടത്തി അർഹരായ മുഴുവൻ കച്ചവടക്കാരെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് AITUC സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ മണ്ഡലം സെക്രട്ടറി TA മാഹിൻ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി M രാധാകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് I സതീഷ് കുമാർ, കൌൺസിലർ സാറാമ റോബ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. സംസ്ഥാന പട്ടയ വിതരണമേള വ്യാഴാഴ്ച തൃശൂരിൽ നടക്കും. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ വിതരണം ചെയ്യുന്നത് 3922 പട്ടയങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ആനയോട്ടത്തിൽ കൊമ്പൻ ഗോപി കണ്ണൻ ജേതാവായി. ഇനിയുള്ള 10 നാൾ ഗുരുഭവനപുരി ഉത്സവ ലഹരിയിൽ. വെടിക്കെട്ടിന് അനുമതി നൽകിയില്ലെങ്കിൽ ഉത്രാളിക്കാവ് പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി. പറപ്പുറപ്പാട് ദിവസത്തെ പരമ്പരാഗത വെടിക്കെട്ടിന് തടസ്സം സൃഷ്ടിച്ച ജില്ലാ ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി കോർഡിനേഷൻ കമ്മിറ്റി. UK-യിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ തൃശൂർ പട്ടരയ്ക്കൽ ബി-സ്കിൽ ഡീൻ സ്ഥാപനത്തിനെതിരെ കൂടുതൽ പരാതികൾ. 45ഓളം പേർ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തൃശൂർ നഗരത്തിൽ 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. പുഴയ്ക്കലിൽ ലോറിയിടിച്ച് കാൽനട യാത്രക്കാരനും പൂത്തോളിൽ സ്കൂട്ടറിൽ നിന്ന് വീണ വീട്ടമ്മ കണ്ടെയ്നർ ലോറി കയറിയും മരിച്ചു. ചേർപ്പഞ്ചാങ്കല്ലിൽ 23 ഗ്രാം MDMA-യുമായി യുവാവും യുവതിയും പിടിയിൽ. മൂന്നുപിടിക സ്വദേശി ഷിവാസ്, നെന്മാറ സ്വദേശിനി പ്രജിത എന്നിവരാണ് പോലീസ് പിടിയിലായത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.